ഉമ്മമാരേ, ഉപ്പമാരേ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു സമയമുണ്ട്. നമുക്കൊക്കെ ഒരു പ്രത്യേക ടൈമുണ്ട്. നാളെ റബ്ബിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അണുമണി തൂക്കം നന്മ കൂടിയവർക്ക് രക്ഷയുണ്ട്. അണുമണി തൂക്കം തിന്മ കൂടുതലാണെങ്കിൽ പരാജയപ്പെടുന്ന ഒരു സമയമുണ്ട്. ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. റബ്ബിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുമല്ലോ. അല്ലാഹ് അല്ലാഹ്. ഇസ്രാഫീൽ എന്ന മലക്ക് ചൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതിയാൽ എല്ലാ കബറും പൊട്ടിപ്പിളർന്ന് മനുഷ്യൻ പുറത്തു വരും. പാറ്റകൾ പൊടിയും പോലെ, പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പാവക്കുരു മുളയ്ക്കുന്നത് പോലെ എല്ലാ കബറുകളിൽ നിന്നും, എല്ലാ കല്ലറകളിൽ നിന്നും, സെമിത്തേരികളിൽ നിന്നും, ചുടലകളിൽ നിന്നും, എവിടെയൊക്കെ മനുഷ്യന്റെ അവശിഷ്ടങ്ങളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യനെ കത്തിക്കരിച്ച് ചിതാഭസ്മമുണ്ടോ, അവിടെ നിന്നൊക്കെ മനുഷ്യര് എഴുന്നേൽക്കുന്നതാ. നിങ്ങൾക്ക് പഴക്കമുള്ള കബറല്ലേ, മക്ബറയല്ലേ? പനയപ്പുറം പള്ളിയുടെ ചുറ്റുപാടും 10,000 ആളുകള് കിടക്കുന്നില്ലേ? എത്ര കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട്. അവരൊക്കെ ഇസ്രാഫീലിന്റെ ഊത്ത് കേൾക്കുമ്പോ അതേ ആഴ്ചകളോളം തുടർച്ചയായിട്ട് മഴ പെയ്ത് ഹയാത്തെന്ന വെള്ളം കൊണ്ട് കുതിർന്ന ഭൂമിയിൽ നിന്ന് കബറ് പൊട്ടി പുറത്തു വരുമ്പോൾ നഗ്നരായി, അതേ നഗ്നപാതരായി, അവരെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽക്ക് മരിക്കുന്നത് വരെ അവരെ ശരീരത്തിലുണ്ടായിരുന്ന രോമങ്ങളും നഖങ്ങളും അവയവങ്ങളും എല്ലാം ഉള്ളതിനോടുകൂടെ പുറത്ത് വന്നാൽ ആ ഖബറിന്റെ സമീപത്ത് അവരിയ്ക്കുകയാ. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. ഇങ്ങനത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് ആലിമീങ്ങൾ വഅദ് പറഞ്ഞിരുന്നു, ഖുർആൻ ഓതി പറഞ്ഞിരുന്നു, മുത്തുനബി പഠിപ്പിച്ചിരുന്നു, അത്ഭുതങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തി തന്നിരുന്നു. വിവരമുള്ള പണ്ഡിതന്മാര് വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിച്ചു തന്നിരുന്നു. അതൊന്നും മുഖവിലക്കെടുത്തില്ല, അഹങ്കാരം അനുവദിച്ചില്ല, സത്യനിഷേധം അനുവദിച്ചില്ല. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളേതാനും സമയം ഉറക്കിലായിരുന്നു, ആരാ ഞങ്ങളെ ഉണർത്തിയത് എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. റഹ്മാനായ റബ്ബ് വാഗ്ദത്തം ചെയ്ത ദിവസമായത്. പ്രവാചകന്മാരൊക്കെ സത്യം പറഞ്ഞു പോയി, സത്യമാണെന്ന് തിരിഞ്ഞുപോയി. ഈ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. ഇനി ഇതിന് ശേഷം വരുന്നതും സത്യമാണ്. ഇനി വിചാരണയുണ്ടാകും എന്നത് സത്യമാണ്. മഹ്ശറയുണ്ടാകുമെന്നത് സത്യമാണ്. പാലം കടക്കുമെന്നത് സത്യമാണ്. നന്മ തിന്മ തൂക്കുമെന്നത് സത്യമാണ് എന്ന് ബോധ്യം വന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഖബറിന്റെ സമീപത്ത് ഞാനോ ഇരിക്കും, നിങ്ങളോ ഇരിക്കും. 1000 കൊല്ലം ഇരുന്ന് ചടക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്നൊരു തീ വരുന്നു. ആ തീ ഫോളോ ചെയ്ത് ആളുകൾ ചടകുടഞ്ഞെഴുന്നേൽക്കുന്നു. ഒരൊറ്റ സൈറൻ മുഴങ്ങുന്നു.
സൈറം മുഴങ്ങുമ്പോൾ ഓടുകയാ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്, വയറ് വീർത്ത് പൊട്ടി പുറത്ത് ചാടിയവരുണ്ട്, മുഖം തലയുമാകെ മാറിപ്പോയവരുണ്ട്, അതേ വശം മാറിയവരുണ്ട്, പല വിധത്തിലായിട്ട് നിൽക്കുന്നവരുണ്ട്. അല്ലാ അല്ലാ, ആഖിർ സമാനിലെ മക്കളെ, മുഹമ്മദ്മാര്, അഹ്മദ്മാര്, റിയാസുമാര്, നിയാസുമാര്, ഇതാ ഏതെങ്കിലും വന്യരാഷ്ട്രത്തിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ അതിരറ്റ് സ്നേഹിച്ചതിന് വേണ്ടി എല്ലാം സഹിക്കുന്ന ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനബിയോട് ഇങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ടില്ലല്ലോ, ഒരു ആദരവ് തോന്നിയിട്ടില്ലല്ലോ, ആരാധന തോന്നിയിട്ടില്ലല്ലോ. മുത്തുനബിന്റെ ഫാൻസുകളില്ലല്ലോ, അർജന്റീനയുടെ ഫാൻസുകളില്ലേ, അതേ ബ്രസീലിന്റെ ഫാൻസുകളില്ലേ, മഞ്ഞപ്പടകളില്ലേ, നീലപ്പടകളില്ലേ, അതിനു വേണ്ടിയിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിക്കുന്നവരില്ലേ, അതിനുവേണ്ടി പലതും ത്യജിക്കുന്നവരില്ലേ. ഞാൻ ചോദിക്കുക, ഈ താരങ്ങളോടുള്ള സ്നേഹത്തിന്റെ 100% പോയിട്ട് 1000% നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനോടുണ്ടോ? എംബാപ്പയോടും അതുപോലെ തന്നെ മെസ്സിയോടും നെയ്മറോടും റൊണാൾഡോയോടൊക്കെയുള്ള സ്നേഹത്തിന്റെ 1000-1 പോലും നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സഹാബത്തിനോടുണ്ടോ? ഈ മഹത്തുക്കളോടുണ്ടോ? അവരെ ഫാൻസാണ് ഞാനെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമുണ്ടോ? ഒരിക്കൽ പോലും അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത, അല്ലാഹ് എന്നൊന്ന് പറയാത്ത, അല്ലാഹ് എന്നൊന്ന് വിളിക്കാത്ത, ഒരു നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാത്ത, വിഗ്രഹങ്ങളെ പോലെ ആരാധിച്ചത് കൊണ്ട് ഒരു ഉപകാരവും ചെയ്യാത്ത, ആരാധിക്കാതിരുന്നത് കൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഇവരാരാധിക്കുന്ന ആളുകളെ, നിങ്ങൾ മുത്തുനബിനെ പറ്റി, മുത്തുനബിയോട് നിങ്ങൾക്ക് ഇതിന്റെ 10,000-ൽ 1 അംശമെങ്കിലും ഒരു ആദരവുണ്ടോ? സ്നേഹമുണ്ടോ? നെഞ്ചോട് ചേർക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? പിൻപറ്റുന്നുണ്ടോ? തങ്ങളെപ്പറ്റി പറയലുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലേ, ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ, വേറെ പലതും ചെയ്യുന്നുണ്ടല്ലേ, കൂട്ടത്തിൽ ഇതുമല്ലേ. സിനിമ കാണേ, രാവായി കഴിഞ്ഞാൽ പകലായി കഴിഞ്ഞാൽ അവനവന്റെ ഫാൻസിന്റെ കളിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് കളിക്കുന്ന ചെറുപ്പക്കാരാ, നീ മക്ബറകളിൽ പോയി സിയാറത്ത് ചെയ്യുന്നുണ്ടല്ലേ? നിന്റെ മക്കളോട് നിനക്ക് താല്പര്യമുണ്ടല്ലേ? ഈ കളിയുടെ സമയത്ത് മറ്റൊരു ചിന്തയുമില്ലാതെ തകരുന്ന മുസ്ലിമേ, ജീവിതത്തിൽ നിന്റെ ഹബീബായ തങ്ങളോട് ഈ ഉള്ള സ്നേഹത്തിന്റെ 10,000-1 പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഒരു 100 സലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഇഷ്ടത്തോടുകൂടി നീ ചൊല്ലിയിട്ടുണ്ടോ? നിന്റെ താല്പര്യത്തോടുകൂടി ഒരു 10 രൂപയെങ്കിലും ആ വഴിക്ക് ചെലവഴിച്ചിട്ടുണ്ടോ? എന്നാൽ കേൾക്കണോ, ഹിമഹു ഹമാനാമിൻ അദാബി ഇലാഹിനാ ഫലാ നാദിറുന്നില്ല ഇലൈഹി തമുഹു. നിന്റെ കാൽ വായിൽ കൂടി ചങ്ങല കയറ്റി പിന്ദ്വാരത്തിൽ കൂടി പുറത്തേക്കെടുത്ത് ആ ചങ്ങലയിട്ട് മലക്കുകൾ നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. ഞാൻ കെട്ടുകഥയല്ല പറയുന്നത്, വാറോലയല്ല പറയുന്നത്. وجاءت كل نفس معها سائق وشهيد.
ഓരോരുത്തരെയും വലിക്കുന്നവരുണ്ട്, പിറകിൽ നിന്ന് തെളിക്കുന്നവരുണ്ട്, റക്കീബ് അതീദുണ്ട്. റക്കീബ് നിന്റെ മുന്നിൽ കൈകൊണ്ട് വലിക്കുന്നുണ്ട്, ചങ്ങലയിട്ട് വലിക്കുന്നുണ്ട്. അതീദ് പിറകിൽ നിന്ന് തെളിക്കുന്നുണ്ട്, റബ്ബിന്റെ മുമ്പിൽ നിർത്തുന്നുണ്ട്. അണുമണി തൂക്കം തിന്മ കൂടുതലാണെങ്കിൽ നിന്റെ കൈകൾ കഴുത്തിലേക്ക് കുരുക്കി കെട്ടുന്നുണ്ട്, കണ്ണുകൾ മേൽപോട്ടുയരുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്. സർവ കണ്ണും വന്ന് മുത്തുനബിയിലേക്ക് നീളുന്നുണ്ട്. തങ്ങളൊന്ന് നോക്കിയെങ്കിലോ, തങ്ങളെന്നൊന്ന് ശ്രദ്ധിച്ചെങ്കിലോ, തങ്ങളൊന്ന് പരിഗണിച്ചെങ്കിലോ എന്നോർത്തുകൊണ്ട് സർവ കണ്ണുകളുമെന്ന് മുത്തുനബിയിലേക്ക് നോക്കുന്നതാ. അന്നത്തെ ദിവസം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ നിനക്കൊരു മകന് വേണ്ടേ? ഒരു മകൻ നിനക്ക് വേണ്ടേ? ദുനിയാവിൽ നീ എന്റെ മക്കളെത്ര സമ്പാദിച്ചിട്ടെന്ത്, വലിയ വീടുകൾ വെച്ചിട്ടെന്ത്, കോടീശ്വരന്മാരായ മക്കളുണ്ടായിട്ടെന്ത്, കോതേ വലിയ സാലറി വാങ്ങുന്ന മക്കളുണ്ടായിട്ടെന്ത്, സ്ഥാനവും മാനവുമുള്ള മക്കളുണ്ടായിട്ടെന്ത്. അന്നത്തെ ദിവസം നിനക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയാ, പ്രസവത്തിന്റെ നോവനുഭവിച്ച ഉമ്മയാ, മലയൂട്ടിയ ഉമ്മയാ, താരാട്ടുപാടിയുറക്കിയ ഉമ്മയാ, എന്നെ പഠിപ്പിച്ച ഉപ്പയാ, എന്റെ വളർച്ച മുഴുവൻ ഉപ്പയുടെ വിയർപ്പാണ്. രക്ഷപ്പെടുത്തല്ലാ എന്ന് നിനക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ ഒരു മകൻ വേണ്ടേ? മക്കള് വേണ്ടേ? അത് സാധ്യമാവണമെങ്കിൽ നുബുവത്തിന്റെ തൊട്ടടുത്ത് സ്ഥാനത്ത് നിൽക്കുന്ന ആലിമീങ്ങളാ, ഇൽമുള്ളവരാ. ഇതൊന്നും കെട്ടുകഥയല്ല, പർവ്വതീകരിച്ച് പറയലല്ല. ഈ ഉമ്മത്തിനൊന്ന് ബോധ്യപ്പെടുത്താൻ, ഈ ഉമ്മത്തിനൊന്ന് മനസ്സിലാവാൻ, ഈ ഉമ്മത്തിന്റെ ബുദ്ധിയിൽ ചിന്തയിലേക്കൊന്ന് കയറാൻ വിനീതനായ ഞാന് ഓർമ്മപ്പെടുത്തിയതാ. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൽമ് പഠിക്കാനും, ഇൽമ് പഠിപ്പിക്കാനും, ഇൽമിന് ഖിദ്മ ചെയ്യാനും, ഇൽമിന് വേണ്ടി അധ്വാനിക്കാനും നമുക്കല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഇൽമു പഠിക്കണം, ഇൽമു പഠിപ്പിക്കണം. അതിനാണ് ദർസ് നടത്തുന്നത്. ഒരു ദർസ്, ഒരു മുദരിസും ഏട്ടാവത്ത കുട്ടികളും ഇവിടെ വന്നതുകൊണ്ട് മാത്രം നാം രക്ഷപ്പെടില്ല. നാം അവരെ ഇഷ്ടപ്പെടണം, നമ്മുടെ മക്കളെ അതിലയക്കണം. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട അത്തറാണെങ്കിൽ ആദ്യ ആള് പൂശും. ഇപ്പൊ എല്ലാരും പറയും, എന്താ ചെയ്യാ, പഠിക്കാനെവിടെ മുത്താലിമീങ്ങളില്ല. മുദരിസ നിശ്ചയിക്കും മുത്താലിമീങ്ങൾ വേണം. നിങ്ങളെ എത്ര മക്കള് മുത്താലിമീങ്ങളുണ്ട്? നമ്മളെ മക്കളാരും, നിങ്ങളെ മക്കളവിടെ മുത്താലിമീങ്ങളില്ല, മുത്താലിമീങ്ങളില്ല എന്ന് പറയണേ രക്ഷിതാക്കൾക്ക് എത്ര മക്കൾ മുത്താലിമീങ്ങളുണ്ട്? മാതൃക നോക്ക്. പേരാങ്ക ഉസ്താദ്, അവിടുത്തെ മോൻ ഗഫൂർ ബാക്കവി വലിയ ഉസ്താദാണ്. കരയുത്തങ്ങളാപ്പ നോക്ക്, ഇവിടുത്തെ മക്കള് ഉസ്താദാണ്. വിനീതനായ എനിക്കൊരു മോനാണുള്ളത്, അതും ഒരു ഉസ്താദാണ്. പോയസ്ഥാനൊരു മോന, അതും ഒരു ഉസ്താദാണ്. ഇത് ആരും മുത്താലിമീങ്ങളില്ല, മുത്താലിമീങ്ങളില്ല. നിങ്ങളെ മക്കൾ എത്ര മുത്താലിമീങ്ങൾ?
ആദ്യം ഒരാളെ മുത്താലിം അറിയോ? മുത്താലിമീങ്ങളായാലോ അവഗണനയാണ്. ഒരു മുത്താലിം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ഉഹ്റവിയാര് മുത്താലിമാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയാണ്. നാളെ എന്നെ രക്ഷപ്പെടുത്തും, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്നെ കാര്യം പറയും. അതിന് പ്രതീക്ഷയോടുകൂടി എത്ര ആളുകളുണ്ട് ഇവിടെ പറഞ്ഞാട്ടെ.